ഇതാണ് വരവൂര് മക്കാമ്, വരവൂര് മക്കാം ഷെരീഫ്. ഇത് ഷൊർണൂർ ഭാഗത്ത് നിന്നും തൊട്ടടുത്താണ്. പട്ടാമ്പിയിലൂടെ പോവാം, തൃത്താല മേയത്തൂർ വഴി അങ്ങനെയും പോവാം. ഏതായാലും വാഹനത്തിന് വണ്ടിക്ക് ട്രെയിനിന് പോകുന്നവർ ഷൊർണൂർ ഇറങ്ങി അവിടെ നിന്ന് ബസ്സിന് കയറി പോവാറാണ് പതിവ്. ഇവിടെ സന്ദർശകരായിട്ട് വരുന്നവരിൽ കൂടുതലും കുട്ടികളെ കൊണ്ടുവരുന്നവരുണ്ട്. കുട്ടികളുടെ പ്രശ്നങ്ങൾ മാറുവാൻ, ശിഫ കിട്ടുവാൻ വേണ്ടി, രോഗങ്ങൾ ശിഫ കിട്ടുവാൻ വേണ്ടി, പിന്നെ അതുപോലെ എല്ലാത്തിനും ശിഫയുണ്ട്. പല ആവശ്യങ്ങൾക്കും ആളുകൾ വന്ന് ശിഫയായിട്ട് പോയതായിട്ടാണ് അവിടെ അറിയാൻ കഴിഞ്ഞത് അന്വേഷിച്ചപ്പോൾ. പിന്നെ അവിടെ ഒരു ഭക്ഷണം ഉണ്ട്. ആ ഭക്ഷണം ഉച്ചഭക്ഷണമാണ്. ആ ഭക്ഷണത്തിൻ്റെ ചെമ്പ് നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണാം. ആ ചെമ്പ്, അത്രയും വലിയ ചെമ്പിൽ ആണ് ഭക്ഷണം അവിടെ വെക്കുന്നത്. അത് ഉച്ചയ്ക്ക് അവിടെ എത്ര ആളുണ്ടോ അവർക്കൊക്കെ ആ ഭക്ഷണം കിട്ടും. ഉണക്ക മുള്ളനും പിന്നെ ചോറുമാണ് അവിടുത്തെ ഭക്ഷണം. അതെല്ലാവർക്കും കിട്ടും, എല്ലാവർക്കും ലഭിക്കും. രോഗവുമായിട്ട് ചെല്ലുന്നവർ ഈ ഭക്ഷണം കഴിച്ചിട്ട് പോകണം എന്നാണ് അവിടുത്തെ ഒരു നിബന്ധന, ഒരു ഉപദേശം. അതുകൊണ്ട് ഫലം കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ അവിടേക്ക് നേർച്ചയാക്കുന്നതും ഇതുപോലുള്ള ഈ മീൻ ഉണക്ക മുള്ളനാണ്. ഉണക്ക മുള്ളനും ചിലർ അരിയും നേർച്ചയാക്കും, ചിലർ ഉണക്ക മുള്ളൻ മാത്രം കൊണ്ട് ചെല്ലും. അതവിടെ കൊണ്ട് ചെന്ന് കൊടുക്കാറാണ്. നിങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ ഹാള് ഇതിൽ കാണാം. അത് ഭക്ഷണം, അവിടെ വരുന്ന സന്ദർശകർ ഭക്ഷണം കഴിക്കുന്ന ഹാളാണ്, അല്ലാതെ കല്യാണ മണ്ഡപമൊന്നുമല്ല. തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഭക്ഷണത്തിന് പൈസ കൊടുക്കണമെന്നൊന്നും പേടിച്ചിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കണ്ട. ഭക്ഷണം കിട്ടും, വൈകുന്നേരം വരെ നിൽക്കുമ്പോൾ ചായയും കിട്ടും. അങ്ങനെയാണ്. പിന്നെ അവിടെ മക്ബറക്ക് ഉള്ളിലുള്ളവർ നമ്മളെ കുട്ടികളെ കുട്ടികളെ അവിടെ കൊണ്ടുപോകാം. കൊടി കൊണ്ട് ബുദ്ധിപരമായിട്ടൊക്കെ ചെയ്താൽ പൈസ അവർക്ക് കൊടുത്താൽ അവർ വാങ്ങും. നിങ്ങളുടെ കുട്ടികളെ ഈ പകരം പെട്ടിയിൽ വേണമെങ്കിൽ പൈസ ഇടാം, നേർച്ച പെട്ടിയിൽ. അല്ലാതെ നിങ്ങൾ അവർക്ക് പൈസ കൊടുക്കുകയോ അവർ വാങ്ങുകയോ ഇല്ല. അതാണ് അവിടുത്തെ മറ്റൊരു പ്രത്യേകത. നിങ്ങളെ കൈകൊണ്ട് നിങ്ങൾ പെട്ടിയിലിടുക, അല്ലെങ്കിൽ ഇതൊന്നും അങ്ങനെ ഇട്ടോളി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കൊടുക്കാം എന്നല്ലാതെ അവരെ പോക്കറ്റിലേക്ക് അവരാരും പൈസ വാങ്ങുന്നില്ല. അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഉപ്പാപ്പ ജീവിച്ചിരിപ്പുള്ള കാലത്ത് പറഞ്ഞതാണ് ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഭക്ഷണം കൊടുക്കണമെന്ന്. അപ്പോൾ ആ ഭക്ഷണം ഇന്നും നിലനിന്ന് പോരുന്നു. ആയിരക്കണക്കിന് ആളുകൾ അവിടെ അന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നുണ്ട്. ഇത് സ്ഥിരമായിട്ട് പതിവാണ്. നിങ്ങൾ സന്ദർശിക്കുക, അവിടുത്തെ ഫലം നിങ്ങൾ മനസ്സിലാക്കി അത് അനുഭവിക്കുക. അല്ലെങ്കിൽ ഒരു മഹാൻ്റെ അടുക്കൽ പോയി സിയാറത്ത് ചെയ്യുന്നു എന്ന നിയ്യത്തോടു കൂടി സിയാറത്ത് ചെയ്യാനെങ്കിലും പോവുക. അല്ലെങ്കിൽ സ്വന്തം മനസ്സ് നന്നാവാൻ വേണ്ടി സിയാറത്ത് ചെയ്യാൻ പോവുക. സിയാറത്ത് ചെയ്യുന്ന വേളയിൽ പടച്ചോനെ ഈ മഹാൻ്റെ ബർക്കത്ത് കൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അല്ലാതെ മഹാൻ അവർകളെ വലിയുള്ള എൻ്റെ വിഷയം തീർത്തു തരണേ എന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല. അള്ളാഹുവിൽ നിന്ന് ഉത്തരം കിട്ടണമെങ്കിൽ അള്ളാഹുവിനോട് പറയണം, പടച്ചോനെ ഞാൻ നീ ഇഷ്ടപ്പെട്ട ഒരു മഹാൻ്റെ അടുക്കലാണ് നിൽക്കുന്നത്, ഇവിടെ നിന്നിട്ട് ചോദിക്കുന്ന ചോദ്യത്തിന് നീ ഉത്തരം നൽകണമേ എന്ന് പറയുമ്പോൾ ആ മഹാൻ്റെ ആത്മാവും അവിടെയുള്ള റഹ്മത്തിൻ്റെ മലക്കുകളും ആമീൻ പറയും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.